ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാന്റസി ഗുരു. ഗെയിം വീക്ക് 20 പറ്റി സംസാരിക്കുന്ന ഫാന്റസി ഗുരുവിന്റെ മറ്റൊരു എപ്പിസോഡിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കറന്റ് ഉള്ളത് ഗെയിം വീക്ക് 19 ഗെയിംസ് എല്ലാം കഴിഞ്ഞിട്ടില്ല. ഇന്ന് ആഴ്സണലിന്റെ കളി കൂടെ കഴിയാനുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചുള്ള വീഡിയോ ആണ് ഗെയിം വീക്ക് 20 ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ഗെയിം വീക്ക് 19 എമേർജ് ചെയ്തു വന്ന ചില അസറ്റുകൾ, നമുക്ക് അത്യാവശ്യം ലോങ് ടൈമിലായിട്ട് എടുത്തു വയ്ക്കാൻ കഴിയുന്ന, എസ്പെഷ്യലി ഗെയിമിംഗ് 19 പെർഫോമൻസോട് നമ്മളെ എല്ലാവരെയും ആകർഷിച്ച ഒന്ന് രണ്ട് അസറ്റുകൾ ഒന്ന് പരിചയപ്പെട്ടു പോകാം. അതായത് ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഡിഫൻഡറിനെ പറ്റിയാണ്. അത് ആസ്റ്റൺ വില്ലയുടെ അലക്സ് മൊറേനോയാണ്. 5 മില്യൺ വിലയുള്ള ഡിഫൻഡറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആസ്റ്റൺ വില്ലയുടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നത് ലൂക്കാസ് ഡിഗ്നിയാണ്. എന്നാൽ ലൂക്കാസ് ഡിഗ്നെ യുണൈറ്റുമായിട്ടുള്ള കളിക്കിടയിൽ പരിക്ക് മൂലം പുറത്തു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് ആ മാച്ചിന് ശേഷം ഉനയമാരി പറഞ്ഞത് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. സോ യൂഷ്വലി ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്ന ഒരു 3 to 4 വീക്സ് ഡെഫിനറ്റ്ലി ഔട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ടുള്ള അലക്സ് മൊറേനോ നമുക്ക് എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. ഈ താരത്തിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, കുറച്ച് നാളായി ഇഞ്ചുറിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഗെയിം വീക്ക് 17 90 മിനിറ്റ്സ് കളിച്ചൊരു താരമാണ് അലക്സ് മൊറേനോ. ഈ ഒരു പർട്ടിക്കുലർ ഗെയിമിൽ അലക്സ് മൊറേനോയുടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 4 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്. അതിൽ 3 ഇൻസൈഡ് ബോക്സ് ആണ്. ബിഗ് ചാൻസ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്ടഡ് ഗോൾ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് 0.73 ആണ്. ഒരു ഡിഫൻഡറെ സംബന്ധിച്ച് വളരെ മികച്ച സ്റ്റാറ്റ്സ് ആണ്. ഒരു ഗോൾ നേടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കളിയിൽ ഗെയിം വീക്ക് 17 90 മിനിറ്റ്സ് കളിച്ചപ്പോൾ 10 പോയിന്റ് താരം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച അസറ്റാണ്. ഡിഗ്നയുടെ ആബ്സൻസ് നമുക്ക് എടുത്തു വയ്ക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയുടെ ഇനിയുള്ള ഫിക്സേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ക്ലീൻ ഷീറ്റ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഫിക്സേഴ്സ് ആണ് വരുന്നത്. ബേൺലി, എവർട്ടൺ, ന്യൂകാസിൽ, ഷെഫീൽഡിലേക്കായിട്ടാണ് കളി വരുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 4 ഗെയിം വീക്സ് നമുക്ക് വേണമെങ്കിൽ ഡിഫൻസിലായിട്ട് ഒരു എക്സ്പെഷ്യൽ നിങ്ങൾക്ക് ഡിഗ്നിക്ക് പകരം നേരിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൊമേറോയെ കൊണ്ടവരുണ്ടാവും ടോട്ടർനാമിന്റെ. അങ്ങനെയുള്ളവരെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന നല്ലൊരു ഡിഫറൻഷ്യൽ പിക്ക് തന്നെയായിരിക്കും അലക്സ് മൊറേനോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മിഡ്ഫീൽഡറിനെ പറ്റി വരുവാണെങ്കിൽ അത് മറ്റാരുമല്ല, യുണൈറ്റഡിന്റെ ഗർനാച്ചോയാണ്. നമ്മൾ ഈ ഒരു പേരിനെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ല ബിക്കോസ് ഓഫ് യുണൈറ്റഡിന്റെ ഫോം തന്നെയായിരുന്നു. പക്ഷേ ദ ഗെയിം അഗൈൻസ്റ്റ് ആസ്റ്റൺ വില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, യൂഷ്വലി ഗർനാച്ചോ ലെഫ്റ്റ് വിംഗർ ആയിട്ടാണ് കളിച്ചിരുന്നെങ്കിൽ അന്ന് റാഷ്ഫോർഡിനെ ഇറക്കാൻ വേണ്ടി ഗർനാച്ചോ റൈറ്റ് വിംഗർ ആയിട്ട് വന്നു. അത് താരത്തെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കളിയിലെ ഒരു ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗോളുമായിട്ട് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് പൊസിഷനിൽ വന്നൊരു കളിക്കാരൻ ഗർനാച്ചോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗർനാച്ചോ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. എസ്പെഷ്യലി 4.7 മില്യൺ മാത്രമാണ് വരിക. താരത്തിന് എക്സ്പെക്ടഡ് ഗോൾ ഇൻവോൾവ്മെന്റ് എന്ന് വെച്ചാൽ 0.05 ആണ്. ഇത് മാത്രമല്ല ഗർനാച്ചോയെ അതായത് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കാരണം ഗെയിം വീക്ക് 13 മുതൽ ഗെയിം വീക്ക് 19 വരെയുള്ള സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഷോട്ട്സ് ലീഗിൽ എടുത്ത താരം ഗർനാച്ചോ ആണ്. അതായത് ഈ പറഞ്ഞ സലയേനേക്കാളും സൊളങ്കിനേക്കാളും ഹാളിനേക്കാളും കൂടുതൽ ഗെയിം വീക്ക് 13 മുതൽ ഗെയിം വീക്ക് 19 ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തൊരു താരം ഗർനാച്ചോയാണ്. യുണൈറ്റഡിന്റെ ഫിക്സേഴ്സ് നമുക്കറിയാം. അടുത്ത 6 ഫിക്സേഴ്സ് വളരെ ഈസിയാണ്. ടോട്ടനാം ഇടയ്ക്ക് വരുന്നത്, പിന്നെ വോൾസ്, വെസ്റ്റ് ഹാം, ആസ്റ്റൺ വില്ല, ലൂട്ടൺ, ഫുൾഹാം. ഡീസന്റ് ആയിട്ടുള്ള ഫിക്സേഴ്സ് ആണ് വരുന്നത്. ഗർനാച്ചോയ്ക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഫിക്സർ ആയാണ് വരുന്നത്. യുണൈറ്റഡിന്റെ ഫോം നമുക്ക് ബെറ്റർ ആവുമെന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാൽ പോലും 4.7 മില്യൺ ഒരു അത്യാവശ്യം കഴിഞ്ഞ 9 കളിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു പ്ലെയർ എടുത്തു വയ്ക്കാൻ കഴിയുക എന്നുള്ളത് വളരെ മികച്ചൊരു ഒരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി ദർ ആർ പീപ്പിൾ ഹു മിസ്ഡ് ഓൺ പാമറിനെ എടുക്കാതെ ഇരുന്നവർക്ക് ഇനി ആ പാമറിലായിട്ട് പോയ പോയിന്റിനെ പറ്റി ആലോചിക്കണേക്കാൾ നല്ലത് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഗോ ടു ഗർനാച്ചോ. സോ ഗർനാച്ചോ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അതിന് കൂടെ ഇനി പറയാനുള്ള മറ്റൊരു പ്ലെയർ, നമ്മളെ ഐ ക്യാച്ച് ചെയ്ത മറ്റൊരു പ്ലെയർ ഹൂലിയാൻ ആൽവാരസ് ആണ്. ഹൂലിയാൻ ആൽവാരസിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും നേരത്തെ നമ്മൾ എല്ലാവരും ടീമിലുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കളികളിലായിട്ട് പോയിന്റുകൾ തരുന്നില്ലായിരുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷേ ഗെയിം വീക്ക് 9 ശേഷം ഗെയിം വീക്ക് 19 പിന്നെ ഒരു ഗോൾ അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആൽവാരസിന് നമുക്ക് ഫേവറേറ്റ് ആക്കുന്ന ഘടകം വെച്ചാൽ ഒന്ന് ഹാലൻഡിന്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഹാലൻഡ് എന്ന് തിരിച്ചു വരുന്ന അറിയില്ല. രണ്ടാമത് ഒരു സോൾ സ്ട്രൈക്കറായിട്ട്, അതായത് ഹാലൻഡ് ഇല്ലാത്തപ്പോൾ ഒരു സോൾ സ്ട്രൈക്കറായിട്ട് കളിക്കുമ്പോൾ ആൽവാരസ് വെരി വെരി ഡേഞ്ചറസ് ആണ്. ഹാലൻഡിന്റെ ആബ്സെൻസിൽ ഈ പറഞ്ഞ പോലെ പെനാൽറ്റി കഴിഞ്ഞ ദിവസം എടുത്ത ആൽവാരസ് ആണ്. അതുകൊണ്ട് തന്നെ ആൽവാരസ് വളരെ മികച്ചൊരു അസറ്റ് ആവുന്നതിന് കഴിഞ്ഞ കളിയിലെ അഗൈൻസ്റ്റ് എവർട്ടനായിട്ടുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5 ഷോട്ടുകൾ 4 ഷോട്ടും ഓൺ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ബിഗ് ചാൻസ് ഒന്ന്, എക്സ്പെക്ടഡ് ഗോൾ 1.2. സോ വെരി ഗുഡ് സ്റ്റാറ്റ്സ്. ആൽവാരസ് ക്ലബ് വേൾഡ് കപ്പിൽ ഗോൾ നേടിയിട്ടുണ്ട്, എവർട്ടനെതിരെ ഗോൾ നേടിയിട്ടുണ്ട്. സോ ഹീസ് ഇൻ എ ഫോം. ഡീസന്റ് ആയിട്ടുള്ള ഫിക്സേഴ്സ് വരുന്നു. സോ ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഫോർവേഡ്, ഹൂലിയൻ ആൽവാരസ് ഇസ് കറന്റ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സോ അതുകൊണ്ട് തന്നെ ആൽവാരസിന് എടുത്ത് വയ്ക്കാം. സോ ഇതാണ് ഗെയിം വീക്ക് 19 നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഐ ക്യാച്ചിങ് ആയിട്ട് തോന്നിയ ഏതാനും എലമെന്റ്സ് വരുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് നോക്കി പോകേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ഹാലൻഡിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അൺസർട്ടനിറ്റി ഉണ്ട്, വാട്ട് ഈസ് ഹാപ്പനിങ്. പക്ഷേ ഗെയിം വീക്ക് 19 ശേഷം പെപ് ഗാർഡിയോള പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്
ഹീൽ ബി അവൈലബിൾ ഫ്രം ജനുവരി. അതായത് അടുത്ത കളി ഗെയിം വീക്ക് 20 ഷെഫീൽഡായിട്ട് കളിക്കാൻ മിക്കവാറും ഹാലൻഡ് ഉണ്ടാവില്ല. സോ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ആൽവാരസിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചോളട്ടെ. ആൽവാരസിന് എടുക്കുകയാണെങ്കിൽ ഗെയിം വീക്ക് 19 അഗൈൻസ്റ്റ് ഗെയിം വീക്ക് 20 അഗൈൻസ്റ്റ് ഷെഫീൽഡ് ക്യാപ്റ്റൻസി ഓപ്ഷൻ കൂടെയാണ്. So come back to Haaland case. So I don't think Haaland will be available for game week 20. So തൽക്കാലം ഹാലണ്ടിന് വിറ്റുവരൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി ആരെങ്കിലും ഹാലണ്ടിന് വിൽക്കാനുണ്ടെങ്കിൽ ഇനി വിറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തൽക്കാലം ആ ബെഞ്ചിൽ തന്നെ ഇരിക്കട്ടെ. കാരണം വെച്ചാൽ ഇനി മാക്സിമം വിറ്റ് ഒരു കളി കഴിഞ്ഞാൽ പിന്നെ ഹാലണ്ട് നമ്മൾ എടുക്കേണ്ടി വരും. ആ ഒരു ട്രാൻസ്ഫർ, അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ ഇപ്പോൾ ഹാലണ്ടിന് വിറ്റ് പിന്നെ 2 ആഴ്ച പിന്നെ ഹാലണ്ട് എടുക്കുക എന്നുള്ള നഷ്ടമായിരിക്കും. ബിക്കോസ് നമുക്ക് സലയിൽ വിൽക്കേണ്ടി വരും. ആഫ്രിക്കൻ നേഷൻസ് കപ്പിന് പോകുന്നു, സന്നേനെ വെക്കേണ്ടി വരും, ഏഷ്യൻ കപ്പിന് പോകുന്നു. സോ വി ഹാവ് ടു ഡു മെനി ട്രാൻസ്ഫർ. സോ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഇനി ഹാലണ്ടിനെ വിറ്റ് മറ്റൊരു ട്രാൻസ്ഫറിലായിട്ട് പോയി ആ ഒരു മൈനസ് ഒഴിവാക്കാണ് നല്ലത്. സോ അതാണ് ഹാലിനെ പറ്റി പറയാനുള്ളത്. പിന്നെ സല കഴിഞ്ഞ 3 ഗെയിം വീക്കുകളിലായിട്ട് 2 ബ്ലാങ്ക് ഉണ്ട്. കഴിഞ്ഞ 5 ഗെയിം വീക്കുകളിലായിട്ട് ഏർപ്പെടുന്ന 4 ബ്ലാങ്കും വന്നിട്ടുണ്ട്. സോ പീപ്പിൾ ആർ കൈൻഡ് ഓഫ് ഡിസപ്പോയിന്റഡ് വിത്ത് സല. ബട്ട് സ്റ്റിൽ സലയെ നമ്മൾ നോക്കുമ്പോൾ അണ്ടർലൈൻ സ്റ്റാറ്റ്സ് ഇസ് വെരി ഗുഡ്, ബട്ട് ഔട്ട്കം വരുന്നില്ല. എക്സ്പെക്ട് ഗോൾ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് മികച്ചത് തന്നെയാണ് സലയുടെ ഇരിക്കുന്നത്. പക്ഷേ ഗോൾ വരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, സലയുടെ അടുത്ത ഗെയിം അഗൈൻസ്റ്റ് ന്യൂകാസിലാണ്. ഈ ന്യൂകാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 കളിയിൽ 4 കളിയിൽ തോറ്റ ടീമാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ 11 ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ് അതിൽ കൂടുതൽ ഗോൾ കൺസീഡ്. സോ അതിന്റെ ഡിഫൻസ് ഇസ് വെരി ലീക്കി. ആ കൂടെ തന്നെ പറഞ്ഞു പോകേണ്ട കാര്യം, സല പ്ലേയിങ് ഇൻ ആൻഫീൽഡ്, അതായത് ആൻഫീൽഡിൽ ഹോം ഗെയിമിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയിട്ടുള്ള പ്ലെയർ സലയാണ്. അതായത് അത് എല്ലാ ടീമുകളും കൺസിഡർ ചെയ്യുമ്പോഴും ഹോമിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കളക്ട് ചെയ്തിട്ടുള്ള താരം സല തന്നെയാണ്. സോ പണ്ട് നമ്മൾ ന്യൂകാസിൽ ലിവർപൂൾ നമ്മൾ സീസൺ തുടക്കത്തിലാണ് പറഞ്ഞത് ടഫ് ഗെയിമാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കറന്റ് ഫോമിൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി എൻ ഈസി ഗെയിം ഫോർ ലിവർപൂൾ. സോ ഐ വുഡ് എക്സ്പെക്ട് സല ടു സ്കോർ. സോ സല ഉള്ളവർ ഡിസപ്പോയിന്റ് ആകാതെ തൽക്കാലം സലയെ ന്യൂകാസിലായിട്ട് കീപ്പ് ചെയ്യുക. Probably by game week 21 you have to remove Salah because he is going for AFCON, but still for the game week 20 Salah is a must. So Salah owners be patient എന്നാണ് പറയാനുള്ളത്. Then another result we have to mention is Kieran Trippier. ട്രിപ്പിയറിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എന്തോ ഒരു ഹൈപ്പിൽ എല്ലാവരും എടുത്തു വെച്ചു. പക്ഷേ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ട്രിപ്പിയർ ഈസ് സോ ഡിസപ്പോയിന്റിങ്. കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂകാസിൽ ഡിഫൻസിനെ പറ്റി പറഞ്ഞിട്ട് വരും. 5 മാച്ചുകൾ കൺസിഡർ ചെയ്തിരുന്നു, 11 ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ട്രിപ്പിയറിന് പേഴ്സണൽ എറേഴ്സ് കുറെ ഉണ്ടായിരുന്നു, വിച്ച് വാസ് ലീഡിങ് ടു ഗോൾ. സോ ട്രിപ്പിയർ ഈസ് ഹാവിങ് എ നൈറ്റ് മെയർ. പുള്ളിയുടെ ഫോം അത്ര മികച്ചതല്ല. കഴിഞ്ഞ 5 കളികളിലായിട്ട് 3 പോയിന്റ് മാത്രമാണ് ട്രിപ്പിയർ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ 8 ഗെയിം വീക്കുകളായിട്ട് ഒരു തവണ മാത്രമാണ് ഒരു അറ്റാക്ക് റിട്ടേൺ ട്രിപ്പിയറിൽ നിന്ന് കിട്ടിയത്. ബിക്കോസ് അത് ഒരു അത്രയും വരെയുള്ളൊരു പ്ലെയറെ സംബന്ധിച്ച്, എക്സ്പെഷ്യലി വെൻ യു സ്പെൻഡ് 6.9 million, you expect more, and Trippier is failing to give that output. So I would say Trippier you can definitely sell. You can go to as I said Alex Moreno or Gustonek easily എടുത്തു വയ്ക്കാൻ കഴിയുന്നതാണ്. സോ ട്രിപ്പിയർ നമുക്ക് തീർച്ചയായിട്ടും സെല് ചെയ്യാം. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ദേ ഹാവ് എ ഗെയിം അഗൈൻസ്റ്റ് ലിവർപൂൾ, ആർസണൽ, മാൻ സിറ്റി. ഈ 3 വമ്പന്മാരായിട്ടുള്ള കളി വരുന്നു. സോ ട്രിപ്പിയറിനെ സംബന്ധിച്ച് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ടൈം. സോ ട്രിപ്പിയർ ഓണേഴ്സിന് ഡെഫിനറ്റ്ലി ദേ ക്യാൻ സെൽ. ഇതൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ പറയാനുള്ളത്. ക്യാപ്റ്റൻസി ഓപ്ഷൻ personally I would go to Julian Alvarez if I have. അതല്ലാത്ത പക്ഷം ബേൺലി, ആസ്റ്റൺ വില്ലയുടെ ഗെയിം അഗൈൻസ്റ്റ് ബേൺലി നമ്മുടെ വോക്കിംഗ്സ് ഇസ് ക്യാപ്റ്റൻസി ഓപ്ഷൻ. അതല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ സല ഡെഫിനറ്റ്ലി ക്യാപ്റ്റൻസി ഓപ്ഷൻ. സോ ഇതാണ് എൻ്റെ ഒരു പ്രിഫറൻസ് പറയുന്നത്. എന്നോട് ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആണെന്ന് വെച്ചാൽ ഇഫ് യു ഹാവ് ആൽവാരസ് അഗൈൻസ്റ്റ് ഷെഫീൽഡ് വിൽ ബി എ ഡെഫിനറ്റ് ഓപ്ഷൻ. ഇനി ഹാലണ്ട് കളിക്കുന്നു ഉണ്ടെന്നെങ്കിൽ വാർത്ത കേൾക്കുകയാണെങ്കിൽ അതൽക്കാലം ആൽവാരസിനെ ക്യാപ്റ്റൻ ആക്കാതിരിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് പർട്ടിക്കുലർ എപ്പിസോഡ്. ഇടയ്ക്കൊക്കെ വീഡിയോ മിസ്സാവണമെന്ന് ഡെഫിനറ്റ്ലി അറിയാം. പേഴ്സണലി കുറച്ച് തിരക്കിലായിപ്പോയി, കുറച്ച് യാത്രകളുണ്ടായിരുന്നു, ഓഫീസിലെ വർക്കുകൾ, ബാക്ക് ടു ബാക്ക് ഗെയിം വീക്സ്. സോ എവറിത്തിങ് എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ ചില വീഡിയോകൾ മിസ്സാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ ടു മേക്ക് ആസ് മെനി വീഡിയോസ് ഐ ക്യാൻ. ഹോപ്പ് എവരിവൺ ഈസ് എൻജോയിങ് മൈ വീഡിയോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും റിപ്ലൈ അയക്കുന്നതാണ്. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനിയും വൈകണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.